ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്നുവട. അത് എണ്ണയില്ലാതാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഉഴുന്നുവടയ്ക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ തന്നെ വേണ്ടിയത്. ഞാൻ ഉഴുന്നൊരു 1.5 മണിക്കൂറായി കുതിർത്തിട്ട്, പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും കുരുമുളക് കറിവേപ്പില എല്ലാം അരിഞ്ഞ് വെച്ചേക്കുക. ഇനി ഇത് അരച്ചുകൊണ്ട് വരാം നല്ല വൃത്തിയായിട്ട്. അധികം വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ ഉഴുന്നുവടയ്ക്ക് പറ്റില്ലല്ലോ. കുറച്ച് വെള്ളം വേണം താനും, മതി വെള്ളം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിടാം. 2 തവണയായിട്ട് അരയ്ക്കാം. ഉപ്പിട്ടരയ്ക്കണം, അപ്പോൾ കുറച്ച് വെള്ളം ഉപ്പിൻ്റെ വന്നോളും. ഇതങ്ങ് ഭംഗിയായിട്ട് അരയ്ക്കാം. അരച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിങ്ങനെ എടുക്കാം. ബാക്കിയും കൂടെ അരയ്ക്കാം. നല്ല വെണ്ണ പോലെ അരയണം. ബാക്കിയും കൂടെ അരച്ചുകൊണ്ട് വരാം ഇതേപോലെ. രണ്ട് തവണ നമ്മൾ അരച്ച് കഴിഞ്ഞു. ഒരുപാട് വേണം ഗ്രൈൻഡറിൽ അരയ്ക്കണം. ഇപ്പോൾ കുറച്ച് മതിയല്ലോ, അതുകൊണ്ടാണ് മിക്സിയിൽ അരച്ചത്. കണ്ടോ, ഉപ്പിൻ്റെ വെള്ളം മതി കുതിർത്താൽ. ഇനിയും പച്ചമുളക്, ഇഞ്ചി, കുരുമുളക്, കറിവേപ്പില, സവാളയും കാബേജും ഇടും. ഞങ്ങൾ പണ്ട് ട്രെയിനിൽ പോകുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. സവാളയും കാബേജും ഒന്നും ഇല്ലേലും കുഴപ്പമില്ല. കുരുമുളക് വേണം, പച്ചമുളകും വേണം. നല്ലോണം ഇളക്കണം. ഇനി നമുക്ക് ഓരോ വാഴയില ഇഡ്ഡലി തട്ടിലോട്ട് വെക്കണം. അപ്പോൾ സിലിക്കോണിൻ്റെ മേടിക്കാൻ കിട്ടും, ഉണ്ടെങ്കിൽ അതായാൽ ഏറ്റവും നല്ലത്. അത് ഇഡ്ഡലിയുടെ കുഴിയുടെ പാകത്തിന് കിട്ടുന്നത്. എണ്ണ പുരട്ടിയിട്ട് വെച്ചാലും മതി, ഞാൻ തട്ടെ പറ്റിപ്പോവാതിരിക്കാനാണ്. ചെറുതായിട്ട് മുറിച്ച വാഴയില. ആ കുഴിയുടെ വലിപ്പത്തിന്. നമ്മൾ എണ്ണയ്ക്കകത്തിടുന്ന പോലെ തന്നെ നല്ല മൊരിഞ്ഞ ഉഴുന്നുവട നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് ആവിയിലോട്ട് വെച്ച് വേവിക്കണം. ഇനി ഇതൊന്ന് വേവുന്നവരെ ഒരു 5 മിനിറ്റ്. ഇനി നമുക്കിതെടുക്കാം. നല്ല കട്ടിയായിട്ടിരിക്കും. ഇങ്ങനെ എടുക്കാം. ഇല വെച്ചാൽ ഉടനെ ഇങ്ങ് പോരും, അതുകൊണ്ടാണ്. നമുക്കിതിങ്ങനെ എടുക്കാം. അപ്പം നമ്മുടെ വടയെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലെല്ലാം ബ്രഷുണ്ട്, ബ്രഷും ഉണ്ട്. ബ്രഷ് ഇല്ലാത്തതുകൊണ്ടല്ല, എല്ലാത്തിലും കുറച്ച് എണ്ണ പുരട്ടണം. 2 സൈഡിലും നമ്മുടെ കൈ കൊണ്ടങ്ങ് പുരട്ടിയാൽ മതി.
ഒരു തുള്ളി എണ്ണ മതി. എന്താ കയ്യിൽ വിരൽ കൊണ്ട് ഇങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് മുക്കിയിട്ട് അതിങ്ങനെ തൂത്താൽ മതി. ഇനി നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെക്കാം. ഇനിയും 10 മിനിറ്റ് വെക്കണം 180 ഡിഗ്രിയിൽ. അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് തിരിച്ചു വെക്കണം. 10 മിനിറ്റായി, പാകമായി. പക്ഷേ ഒന്നും കൂടെ നമുക്ക് പുറം ചുമന്ന് കിട്ടണമെങ്കിൽ നമ്മളൊന്നും കൂടെ തിരിച്ചും വെക്കണം. ഇപ്പോൾ കഴിക്കാൻ പാകമായി, പക്ഷെ എന്നാലും കാണാനൊക്കെ നമുക്ക് ഒന്നുകൂടെ ചുമന്ന് കിട്ടുന്നതല്ലയോ നല്ല. ഒരു 10 മിനിറ്റ് കൂടെ തിരിച്ച് മറിച്ച് വിരിക്കട്ടെ. ഇപ്പം നമ്മുടെ ഇഡ്ഡലിയും വടയും റെഡിയായി. നല്ല ഒന്നാം തരം മൊരിഞ്ഞ വട എയർ ഫ്രയറിൽ ഉണ്ടാക്കിയാൽ മതി. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.